ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1834 ദിവസമായ ഇന്ന് 2026 മെയ് മാസം 23 ശനിയാഴ്ച, 1201 ആണ്ട് ഏടവ മാസം 9 ഗുരുവചനങ്ങളിലൂടെ എല്ലാ സ്കൂളുകളിലും ത്യാഗം പഠിപ്പിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവിരൽ എന്ന പുസ്തകത്തിൽ ദക്ഷിണ ഭാരതത്തിലെ 3 ഗുരുക്കന്മാർ എന്ന് വിവരിക്കുന്നതിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഒരു ജനത സ്വീകാര്യമായി കരുതുന്ന സിദ്ധാന്തമോ തത്വശാസ്ത്രമോ ഏതുമായിക്കൊള്ളട്ടെ, മനുഷ്യജീവിതത്തിൽ ഉപകരിക്കത്തക്കവണ്ണം ആ സിദ്ധാന്തത്തെ ജീവിത സംബന്ധിയാക്കി തീർക്കേണ്ടത് ആ ജനത തന്നെയാണ്. വെറും സിദ്ധാന്തം കൊണ്ടൊരു പ്രയോജനവുമില്ല. ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിച്ചതുകൊണ്ട് മാത്രം പാപമോചനം ഉണ്ടാവുകയില്ല. ധ്യാനാത്മകത ജീവിതത്തിനുണ്ടാകണമെന്നതാണ് പ്രധാനം. അത് ഭക്തിയുടെയോ ത്യാഗത്തിൻ്റെയോ സത്യകാമത്തിൻ്റെയോ യുക്തിവിചാരത്തിൻ്റെയോ ഭാവത്തിലാകാം. സത്യത്തെ മുഖത്തോട് മുഖം നോക്കാൻ മനസ്സിന് സമ്മതം വരണം. വാസനകളുടേതും സംസ്കാരത്തിൻ്റെതുമായ പഴകിയ വിഴുപ്പുകെട്ടുകൾ എടുത്തുമാറ്റി ആന്തരംഗം ശുദ്ധമാകണം. എല്ലാറ്റിനും പുറമേ ഉള്ളുണർന്ന് സത്യദർശനമുണ്ടാകണം. ഈ സത്യദർശനത്തിൻ്റെ പൂർണ്ണ വിജയം തന്നെയാണ് ആത്മസാക്ഷാത്കാരം. ഈ 3 തത്വങ്ങൾ വിളിച്ചറിയിക്കുന്ന തരത്തിലുള്ളതാണ് ആത്മോപദേശ ശതകത്തിലെ ശ്ലോകങ്ങൾ. ആത്മസാക്ഷാത്കാര പ്രാപ്തിക്ക് നടുനിലയുള്ള ഒരു മനോഭാവം കരുതിക്കൂട്ടി നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജി.